നമസ്തേ. 6/8/2025 ബുധനാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത്. ഇടവം, മിഥുനം, തുലാം നക്ഷത്രക്കാർക്ക് ശുഭകരവും, മേടം, കുംഭം രാശിക്കാർക്ക് മധ്യമവും, ചിങ്ങം, കന്നി, ധനു രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചികം, മകരം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. അപ്പോൾ ഇടവം, മിഥുനം, തുലാം രാശിക്കാർക്ക് ശുഭം, മേടം, കുംഭം രാശിക്കാർക്ക് മധ്യമം, ചിങ്ങം, കന്നി, തുലാം രാശിക്കാർക്ക് ദോഷം, കർക്കിടകം, വൃശ്ചികം, മകരം, മീനം രാശിക്കാർക്ക് കഠിന ദോഷം. ഈ കഠിന ദോഷം എന്നൊന്നും കേൾക്കുമ്പോൾ പേടിക്കണ്ട, കൃത്യമായിട്ട് നാമജപമൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ മതി എന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു കമന്റ് വന്നത്, ഇപ്പോൾ 2 ദിവസമായിട്ട് ശുഭകരവും അശുഭകരവുമായ നക്ഷത്രങ്ങൾ പറയുന്നില്ലല്ലോ എന്നാണ്. അത് പറയാതിരുന്ന ആരും അതുമായി ബന്ധപ്പെട്ട കമന്റുകൾ ഇട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഒരാൾ കമന്റ് ഇട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു നക്ഷത്രം നല്ലതാണോ ചീത്തയാണോ നോക്കണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായും 27 നക്ഷത്രങ്ങൾ നോക്കേണ്ടി വരും. നിങ്ങൾക്കറിയാലോ, 27 നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഇതിലേതാണ് നല്ലത് ചീത്ത എന്ന് നമ്മൾ തീരുമാനിക്കുക. എങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഇത് കേൾക്കുന്നവർക്ക് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുകയായിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. ഞാൻ ഒഴിവാക്കാൻ ഇപ്പോൾ കമന്റ് കണ്ടു, ഇപ്പോഴാണ് കണ്ടത്, എങ്കിലും ഞാനത് ഇന്ന് തയ്യാറാക്കിയിട്ടുമില്ല. കാരണം അതിൻ്റെ പുറകിൽ പണിയുണ്ട്. അപ്പോൾ പണിയിലക്കനുസരിച്ച് ആളുകൾ അത് ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്ന് തോന്നുമ്പോൾ അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ആളുകൾ എന്നുള്ളത് കൊണ്ടാണ് ഇത് തുടരുന്നത്. ഇനി ഒരു കാര്യം, മാസഫലം ഉടൻ വരും. ചിങ്ങമാസത്തെ ഫലം ഉടൻ വരും. അത് എല്ലാ മാസവും ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മിക്കവാറും യൂട്യൂബിൽ നാളെ പോസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിങ്ങമാസത്തെ ഫലം യൂട്യൂബിൽ നാളെ പോസ്റ്റ് ചെയ്യും. ഫേസ്ബുക്കിൽ ഒരു ലൈവായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കൊടുക്കാം എന്നും കൂടെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ നാളെ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അത് പ്രയോജനപ്രദമാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഞാനത് തുടരും. നേരത്തെ ഞാനത് തുടരുന്നു. ഞാൻ ദിവസഫലത്തിലേക്ക് വന്നപ്പോൾ അത് കട്ട് ചെയ്തതാണ്. അപ്പോൾ പലരും എന്നെ വിളിച്ച് മാസഫലം ഇടണം എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ അത് കൂടുതൽ ആളുകൾ അത് കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അത് ഞാൻ തുടരും. അതല്ലെങ്കിൽ ദിവസഫലങ്ങളിലേക്ക് മാത്രമായിട്ട് നിർത്തും. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. എത്രത്തോളം അത് ഞാൻ ചെയ്യുന്ന ഫലങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ അത് വ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം കേട്ടോ. അപ്പോൾ അത് വ്യൂസ് ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. ഗുണകരമായിട്ടുള്ളവർ അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ മാസഫലം, ചിങ്ങമാസത്തെ ഫലം ഞാൻ നാളെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. പിന്നെ ചില ജീവികൾ വീട്ടിൽ വന്നാൽ ഗുണകരമാണോ എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. പച്ചക്കുതിര എന്ന് പറഞ്ഞത്, ചിലയിടത്ത് പച്ചക്കുതിര എന്ന് പറയും, ചിലയിടത്ത് പച്ചപ്പശു എന്ന് പറയും, ചിലയിടത്ത് പച്ചപ്രാണി എന്ന് പറയും. എന്തായാലും അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് കരുതുന്ന വ്യക്തിയല്ല ഞാൻ. അതൊക്കെ അതിൻ്റേതായ ആവാസ വ്യവസ്ഥകളിൽ അത് നടക്കുന്നതാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എങ്കിലും അതൊന്നും ദോഷകരമല്ല. നമ്മുടെ വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ജീവി വരുന്നു എന്നുള്ളതിനെ വലിയ ദോഷമായി കാണേണ്ട. അത് നമുക്ക് ഉപദ്രവമൊന്നുമില്ലല്ലോ. ഇനി ഉപദ്രവമായിട്ട് തോന്നുമെങ്കിൽ അതിനെ പിടിച്ച് പുറത്ത് ഏതെങ്കിലും ഒരു ഇലയിലോ മറ്റോ കൊണ്ടുവന്ന് വെച്ചേക്കുക, പുറത്ത് ഏതെങ്കിലും ചെടി കൊണ്ടുവന്ന് വെച്ചാൽ അതങ്ങനെ അവിടെ ഇരുന്നോളൂ. അതല്ല, നമുക്ക് ദോഷകരമൊന്നുമില്ലെങ്കിൽ അതവിടെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ പറന്ന് പൊക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണദോഷങ്ങളെ സഞ്ചരിക്കാൻ ദോഷമൊന്നുമില്ല. നിങ്ങളൊക്കെ വന്നു എന്നുള്ളതുകൊണ്ട് ദോഷമൊന്നുമില്ല. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ വിഷവസ്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വക ജീവികൾ വരില്ല. വിഷവസ്തുക്കൾ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിലോ വീട്ടിൻ്റെ പരിസരത്തോ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ, വിഷവസ്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വക ജീവികൾ വരില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ പല്ലി, പാറ്റ ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അവിടെ താമസയോഗ്യമായ സ്ഥലമാണ് എന്ന് തന്നെയാണ്. കാരണം വിഷസംബന്ധമായ കാര്യങ്ങൾ അവിടെ ഇല്ല എന്നാണ്, പോയിസൺ അവിടെ ഇല്ല എന്നാണ്. അങ്ങനെ വിഷസംബന്ധമായ കാര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ഈ വക ജീവികളൊന്നും തന്നെ ഉണ്ടാവില്ല, മനുഷ്യരൊഴിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവികൾ വരുന്നത് നമ്മളുടെ ആവാസ വ്യവസ്ഥ അവിടെ സുരക്ഷിതമാണ് എന്ന് കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് നല്ലതാണ്, ദോഷമില്ലാത്തതാണ്.
എന്ന് മനസ്സിലാക്കുക. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം. മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടൻ രാശി. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനി കാലഘട്ടമാണ്. 3 വ്യാഴമാണ്. അപ്പോൾ ദൈവാധീനമില്ലാത്ത ഒരു സമയമാണ്. പല കാര്യങ്ങളിലും വിഘ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം കൂടെയാണ് 7.5 ശനി എന്നൊക്കെ പറഞ്ഞാൽ 7.5 വർഷത്തേക്ക് അനുകൂലമല്ല എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജാതകത്തിൽ ശനി അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനി കാലം വളരെ ദോഷമായിരിക്കും. അത് ജാതകം കൃത്യമായി പരിശോധിച്ചാലേ നമുക്കത് മനസ്സിലാകൂ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പരിഹാരം പറയാത്തത്. അതുകൊണ്ടാണ് ജാതക പരിശോധനയുടെ പരിഹാരം കൃത്യതയായിട്ട് പറയാൻ കഴിയും. നാമം ജപിച്ചാൽ മതി. ഈ ജാതക പരിശോധന നടത്തിയാലും അതിൽ ഏത് ഗ്രഹമാണോ നമുക്ക് ദോഷമായി നിൽക്കുന്നത് ആ ദോഷത്തെ ഉള്ള ഗ്രഹത്തിന്റെ ദേവതയ്ക്ക് നാമജപം നടത്തുക എന്നുള്ള പ്രധാനമായിട്ടും കലിയുഗത്തിൽ ചെയ്യേണ്ടത്. അതിനൊന്നും കഴിയാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പൂജാതി ഹോമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആവും. നാമം ചെയ്യുവാൻ അവസരമുള്ളവർക്ക് നാമജപം തന്നെയാണ് ഉത്തമം എന്ന് മനസ്സിലാക്കണം. നാമം ജപിക്കാൻ യാതൊരു മാർഗവുമില്ല, സാഹചര്യമില്ല എന്ന് പറയുന്നവരാണ് ഞാൻ കൂടുതലും ഹോമാദി കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളത്. കാരണം നാമം ജപിക്കാൻ കഴിയുമെങ്കിൽ അവർ നാമം ജപിക്കുന്നത് തന്നെയാണ് ഉത്തമം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉള്ളൊരു സമയമാണെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ഇവരെ മേടക്കൂറുകാർ ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും അലസത ഉണ്ടാവും. മനസ്സും ബുദ്ധിയും ഒന്നും അങ്ങനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയരത്ര അനുകൂലമല്ല. ഒരു അഭിപ്രായ സ്ഥിരതയും ഈ ദിവസം അവർക്കുണ്ടാവില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, അലർജി രോഗങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണത്. അങ്ങനെയുള്ളവർക്കൊക്കെ അസ്വസ്ഥത കൂടുന്നതിനും സാഹചര്യമുള്ള ഒരു ദിവസമാണ്. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷവും കുറയും. കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമാണ്. മക്കൾ അത്ര അനുകൂലമല്ലെങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ചില അസ്വസ്ഥതകൾ തൊഴിലാളികളിൽ നിന്നുമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് മേടക്കൂറുകാർ ഈ ദിവസം പോകുക. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. അത് ഗുണകരമാക്കാൻ ഏറ്റവും കൂടുതൽ ഈശ്വരനെ ഭജിക്കുക. നമ്മളല്ലല്ലോ നമ്മളുടെ ദിവസമൊക്കെ തീരുമാനിക്കുക. കുറച്ചൊക്കെ നമുക്ക് ബോധപൂർവം ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഫലം തരേണ്ട ഭഗവാനാണ്. ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ കർമ്മണ്യേവാധികാരസ്തു, കർമ്മം ചെയ്യുവാനേ നമുക്ക് അധികാരമുള്ളൂ. മാ ഫലേഷു കഥാചന, നമുക്കതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഒരു കൃഷി ചെയ്യുന്നവൻ കൃഷി ചെയ്ത് നഷ്ടമായിരിക്കും എന്ന് വിചാരിച്ച് കൃഷി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരു വർഷം പ്രകൃതിക്ഷോഭം ഉണ്ടായെന്ന് പറഞ്ഞ് അവൻ കൃഷി ചെയ്യാതിരുന്നാൽ അവന് മാത്രമല്ല ആ പ്രദേശമാകെ ഭക്ഷണം കഴിക്കുന്നത് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അവരെ കർമ്മം ചെയ്യുക എന്നുള്ളത് ഒരാളുടെ ഡ്യൂട്ടിയാണ്. കൃഷി ചെയ്യുക എന്നുള്ളത് കൃഷി തൊഴിലായി സ്വീകരിച്ചവരുടെ ഡ്യൂട്ടിയാണ്. അത് ചിലപ്പോൾ നഷ്ടം വരും, ചിലപ്പോൾ ലാഭം ഉണ്ടാവും. വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ദിവസമുള്ളവർ അത് ദോഷകരമായി വരാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധയും കരുതലും കൊടുക്കുക. ഭഗവാനിൽ അർപ്പിച്ച് ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി നമുക്ക് ഇടവം രാശി. ശുഭകരമായൊരു ദിവസമാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. 10ൽ രാഹു ഉണ്ടെങ്കിലും പൊതുവെ ശുഭകരമാണ്. ആരോഗ്യകാര്യത്തിൽ പൊതുവെ അനുകൂലമാണ്. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. പിത്തരോഗമൊക്കെ ഉള്ളവർക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകാം. മനസ്സും ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയിലൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമല്ല. കടബാധ്യത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കും. കടം കൊടുക്കുവാനോ കടം വാങ്ങുവാനൊന്നും ഈ ഒരു ദിവസം ഇടവക്കൂറുകാർക്ക് അത്ര മേന്മയുള്ളതല്ല. മറ്റുള്ളവരുമായിട്ട് ചെറിയ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. മുൻകോപത്തെ നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വാക്കുകൾ മൂലം പലവിധ നഷ്ടങ്ങളും ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസം കൂടെയാണ്. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും.
മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടും. കേസ് അല്ലെങ്കിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലൊക്കെ മേന്മ അനുഭവപ്പെടും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നേട്ടം കിട്ടും. മക്കളും അനുകൂലമാണ്. ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമാകുമ്പോൾ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പുതിയ തൊഴിലവസരങ്ങൾ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ അനുകൂലമായ സമയമാണ്. അങ്ങനെ അല്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കാൻ അനുകൂലമായ സമയമാണ്. അങ്ങനെ പൊതുവെ തൊഴിൽ മേഖലയിൽ വലിയ ദോഷമൊന്നുമില്ലാത്ത ഒരു കാലഘട്ടമാണ്, ഒരു ദിവസമാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മിഥുനം രാശിക്കും ശുഭകരമായ ദിവസം തന്നെയാണ്. മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും. മാതൃസ്ഥാനികർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ഒരു ചെറിയ ആത്മവിശ്വാസക്കുറവും സംശയവും ഒക്കെ ഉണ്ടാകും. അത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കൃത്യത വരാൻ ഈ ഒരു ആത്മവിശ്വാസക്കുറവും അലസതല്ല, പക്ഷെ അലസത ഉണ്ടാകാതെ നോക്കണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, പിത്ത സംബന്ധമായ പ്രശ്നങ്ങൾ, വിളർച്ച തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. ഉഷ്ണരോഗങ്ങളെയും നേത്രരോഗങ്ങളെയും ശ്രദ്ധിക്കണം. അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ചിങ്ങമാസത്തെ ഫലം ഞാൻ നാളെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണുക. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അതൊന്ന് ഇടയ്ക്ക് ഓർപ്പിക്കുകയാണ്. കാണുക. അതിന് കമൻറ്റ്, ലൈക്ക്, ഷെയർ ഒക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലേ ഞാനത് തുടരുള്ളൂ. അതുകൊണ്ടാണ് തുടരണം എന്ന് തോന്നണമെങ്കിൽ അത് നിങ്ങൾ വേണം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. മിഥുനക്കാരെ സംബന്ധിച്ചിടത്തോളം തുടരുകയാണ്. കടബാധ്യത വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ മിഥുനക്കാരൻ്റെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് പല നേട്ടങ്ങളും അതിലൂടെ ഉണ്ടാകും. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ ആവശ്യമാണ്. കഴിയുമെങ്കിൽ ജീവിത പങ്കാളിയുമൊക്കെ ആലോചിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നതായിരിക്കും ഈ ദിവസം പൊതുവെ നല്ലത്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. എന്നാൽ മക്കളിൽ നിന്ന് അത്ര അനുകൂലമായ സ്ഥിതി ഉണ്ടായെന്ന് വരില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യത്തിലൊക്കെ ഉണ്ടാകാം. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല. തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത മിഥുനക്കൂറുകാർക്ക് ഉണ്ട്. കർക്കിടകം കഠിന ദോഷമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. വ്യാഴം 12, 8 രാഹു, 9 ശനി, 2 കേതു ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യമാണ് കർക്കിടക കൂറുകാർ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാവും. പക്ഷെ അലർജി രോഗങ്ങൾ, മാനസികമായ അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. ഉദര രോഗമുള്ളവർ ശ്രദ്ധിക്കണം. അതുപോലെ പിത്ത, ഉഷ്ണ, വാദമുള്ളവരും ശ്രദ്ധിക്കണം. ഈ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. വാദരോഗം, വേദന പോലുള്ള രോഗങ്ങളൊക്കെ, വേദനയൊക്കെ ഉള്ളവർ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല. അലസതയൊക്കെ ഉണ്ടാവും, അതും ശ്രദ്ധിക്കണം. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും. എന്നാൽ സഹോദര സ്ഥാനികർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പനി, അലർജി രോഗങ്ങൾ, ശ്വാസമുട്ട് പോലുള്ള രോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കേസ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല. ഒത്തുതീർപ്പ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. വാഹന കാര്യത്തിലൊക്കെ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. തൊഴിലാളികളിൽ നിന്ന്
സഹപ്രവർത്തകരിൽ നിന്നും മനസ്സിന് അസ്വസ്ഥമായ ചില സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കർക്കിടകക്കൂറുകാർ. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. 8-ൽ ശനി, ജന്മകേതു ഒക്കെയാണ് ചിങ്ങക്കുറുകാർക്ക്. എങ്കിലും ദോഷകരമായൊരു ദോഷമാണ്. കഠിന ദോഷമൊന്നും പറയാനില്ല, ദോഷമാണ്. എങ്കിലും ശ്രദ്ധിക്കുക. പല കാര്യങ്ങളിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയൊക്കെ ഈ ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടാവും. ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. അലസതയും ഒക്കെ ഉണ്ടാവും. പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവും. മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല. ഉദര സംബന്ധമായ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അലർജി രോഗങ്ങളെയും കരുതിയിരിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവാം. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള ദിവസമല്ല. തൊഴിൽ രംഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. ഇനി കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. 7-ൽ ശനി, 10-ൽ വ്യാഴം, 12-ൽ കേതു ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ പൊതുവെ അനുകൂലമാണ്. കന്നിക്ക് ദോഷമാണ്, എങ്കിലും ആരോഗ്യ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ്. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പിത്ത സംബന്ധമായും ഉഷ്ണസംബന്ധമായും ഒക്കെയുള്ള സുഖങ്ങൾ ഉണ്ടാകുവാനുള്ളൊരു സാധ്യത ഉണ്ട്. അതേപോലെ മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമായി നിൽക്കുന്ന സമയമല്ല കന്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഒരഭിപ്രായ സ്ഥിരതക്കുറവും ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലം എന്ന് പറയാൻ കഴിയില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ദൈവാധീനം വളരെ കുറഞ്ഞൊരു ദിവസമാണ്. അതിൻ്റെയൊക്കെ ഒരു ശ്രദ്ധ വളരെ വേണം. കടബാധ്യത വർദ്ധിക്കും. എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരും. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനക്കുറവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗവും അനുകൂലമല്ല. സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ ദോഷകരമായ അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയം ആണ്. ഇനി തുലാം രാശി, ഗുണകരമായ ഒരു ദിവസമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ദിവസമാണ്. ഒരു ആത്മവിശ്വാസവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എങ്കിലും മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ചെറിയ ദോഷമുണ്ടാകും. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ആ ശത്രുദോഷത്തെയൊക്കെ മറികടക്കുന്നതിനായിട്ട് കഴിയും. അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അശ്രദ്ധ മൂലം ചില അപകടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് ഒന്ന് വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എങ്കിലും ദൈവാധീനം ഉള്ളതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവും. അത് പറഞ്ഞല്ലോ, ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ദൈവാധീനമുണ്ട്. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും. തൊഴിൽ രംഗത്ത് മേന്മയുണ്ട്. തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താം. പുതിയ തൊഴിലവസരങ്ങളൊക്കെ അതിലൂടെ സൃഷ്ടിക്കാൻ കഴിയും. തൊഴിൽ അന്വേഷകർക്കും തൊഴിലവസരങ്ങൾ പുതിയതായി ലഭിക്കുന്നതാണ്.
തൊഴിൽ മേഖലയൊക്കെ ഇവർക്ക് അനുകൂലമാണ്. ഈ തുലാം രാശിക്കാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ഭാവി കാര്യങ്ങളുടെ ഒരു പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നതിന് അനുകൂലമായ സമയമാണ്. അതുപോലെ കാര്യങ്ങൾക്കും അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. പുതിയ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നടത്തുന്നതിനും പൊതുവെ അനുകൂലമായ സമയമാണ്. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട അനുകൂലമല്ല, വളരെ ദോഷകരമായ സമയമാണ്. തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ആത്മവിശ്വാസക്കുറവും അലസതയും എല്ലാ കാര്യവും പിന്നത്തേക്ക് മാറ്റിവെക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാവും. അതൊക്കെ പരമാവധി ഒഴിവാക്കണം. രോഗങ്ങളും അത്ര അനുകൂലമല്ല, പ്രത്യേകിച്ച് നേത്ര രോഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല, മാതൃസ്ഥാനയിൽ അനുകൂലമല്ല. ഗർഭാവസ്ഥയിലുള്ളവരും ഗർഭാശയ രോഗമുള്ളവരും ശ്രദ്ധിക്കണം. മാനസിക അസ്വസ്ഥത ഉള്ളവർ മെഡിസിനൊക്കെ കൃത്യമായി കഴിക്കാൻ ശ്രദ്ധിക്കണം. അവർക്ക് മെഡിസിൻ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എടുത്തു കൊടുക്കുന്നവർ അത് കൃത്യമായി വൃശ്ചികക്കൂറുകാരായ മാനസിക അസ്വസ്ഥതയുള്ളവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് സമയം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിയിട്ട്. അതേപോലെ ആസ്മ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദരസ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമല്ല. അലർജി സംബന്ധമായ അസുഖങ്ങൾ, പനി, പകർച്ചവ്യാധികൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളിടത്തൊന്നും പോയി മറ്റു രോഗികളെ കാണാൻ വൃശ്ചികക്കൂറുകാർ അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നല്ലത്. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും. ദൈവാധീനക്കുറവുള്ള ഒരു സമയമാണ്. പല കാര്യങ്ങളിലും ഒരു പരാജയത്തിൻ്റെ ഭാഗത്തേക്ക് പോയി എന്നൊക്കെ തോന്നും. പക്ഷേ എങ്കിലും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ അതിൽ നിന്ന് മടങ്ങി വരാനും കഴിയും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. അവരുടെ സഹായം പല കാര്യങ്ങളിൽ ലഭിക്കും. മക്കൾ എന്നാൽ അസ്വസ്ഥമായിരിക്കും. അവരിൽ നിന്നൊക്കെ ചില അസ്വസ്ഥമായ അനുഭവങ്ങൾ ഉണ്ടാവും. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. തൊഴിലാളികൾ അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ധനു, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. 4 ശനിയാണ്, 9 കേതുവാണെങ്കിലും ധനുവിനും ദോഷകരമായ ഒരു ദിവസമാണ്. മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരത ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എങ്കിലും ആത്മവിശ്വാസക്കുറവും അലസതയും പല കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിക്കും. സഹോദരസ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് കലഹങ്ങൾ ഉണ്ടാക്കി അത് പ്രശ്നങ്ങളായി അടിയിലേക്ക് എത്തിച്ചേരാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും കൂടെ നിൽക്കാനുണ്ടാവില്ല. അവരൊന്നും അനുകൂലമല്ല. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ച് വാഹന സംബന്ധമായ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ നേട്ടങ്ങളൊക്കെ ഒരു പരിധിവരെ ഉണ്ടാക്കാൻ കഴിയും. ജീവിത പങ്കാളി അനുകൂലമല്ല, എന്നാൽ മക്കൾ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല വളരെ അനുകൂലമാണ്. ചില അനുകൂലാവസ്ഥയൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവും. ദൈവാധീനവും കൂടെ ഉള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ തൊഴിൽ മേഖല അനുകൂലമാക്കാൻ ഈ ഒരു ദിവസം കഴിയും. പൊതുവേ അത്ര അനുകൂലമൊന്നും അല്ല കേട്ടോ, എങ്കിലും ഈ ദിവസം അനുകൂലമായിരിക്കും. അത് ശ്രദ്ധിച്ച് കൊണ്ടുവരാനായിട്ട്, അതിൻ്റെ നേട്ടം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മകരം, ഒട്ടും അനുകൂലമല്ല, കഠിന ദോഷമാണ്. ഈ ദോഷമാണെങ്കിലും ചില കാര്യങ്ങളിൽ ഗുണകരമായ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതേപോലെ ഗുണമാണെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ദോഷവും പറയുന്നുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗുണഫലം പറഞ്ഞാൽ അത് നേട്ടം ഉണ്ടാക്കാനും ശ്രദ്ധിക്കുക. മകരക്കൂറ്, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗമാണ് മകരക്കൂറ്. 6 വ്യാഴമാണ്, 8 കേതുവാണ്, 2 രാഹുവാണ്. കഠിനമായ ദോഷമുള്ള സമയമാണ്. ഒന്നും തന്നെ അത്ര വലിയ അനുകൂലമായ എന്ന് പറയാൻ കഴിയില്ല. ആരോഗ്യകാര്യം അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവുണ്ടാവും. മനസ്സ് ബുദ്ധി അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. സഹോദരസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ദൈവാധീനം വളരെ കുറയുന്ന ഒരു സമയമാണ്. കഫരോഗങ്ങളും വായുരോഗങ്ങളും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ കുറയും.
എന്നാൽ തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അത് ദോഷം ചെയ്യും. നന്നായിട്ട് നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണകരമായ കാര്യം ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറേയൊക്കെ ഈ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് കഴിയും. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജന്മരാഹു, 2-ൽ ശനി, 7-ൽ കേതുവാണ്. എങ്കിലും കുംഭക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്, ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ്. കുടുംബം അനുകൂലമായ ദിവസമാണ്. പൊതുവെ ആത്മവിശ്വാസമൊക്കെ അല്പം കുറയുമെങ്കിലും അലസത മൂലം ചില കാര്യങ്ങൾ മാറ്റിവെക്കും, അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. മനസ്സ് ബുദ്ധിയൊക്കെ വളരെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ വരും, അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുക. ആവശ്യമില്ലാത്തടത്ത് ചെന്ന് അഭിപ്രായം പറയാതിരിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അശ്രദ്ധ മൂലം, ഓർമ്മക്കുറവ് മൂലമുള്ള നഷ്ടങ്ങളെ കരുതിയിരിക്കേണ്ട സമയമാണിത്. ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനമൊക്കെ ഉണ്ടാവും. ദൈവാധീനമുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നേട്ടമുണ്ടാകുന്നു എന്ന് പറയുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ ദൈവാധീനം, നാമജപമൊക്കെ നടത്തുന്നുവെങ്കിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. 4-ൽ വ്യാഴമാണ്, ജന്മശനിയാണ്, 12-ൽ രാഹുവാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള ദിവസം തന്നെയാണ്. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വാതരോഗങ്ങൾ മൂലം വളരെ പ്രയാസം ഉണ്ടാവും. അതുപോലെ പിത്തരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പൊള്ളൽ, ഇതൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകളെ വളരെ നിയന്ത്രിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിക്കും. വാക്കുകൾ മൂലം മിത്രങ്ങളായിരുന്നവരും ശത്രുക്കളായിത്തീരും. അതിനുള്ള സാഹചര്യം ഒഴിവാക്കുക. മക്കൾ അത്ര അനുകൂലമല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഈ കഠിന ദോഷമൊക്കെ പറഞ്ഞിട്ടുള്ളവർ കുറച്ച് നാമജപമൊക്കെ നടത്തിയാൽ, കുറച്ച് സമയം കൂടുതൽ ഈശ്വര വിചാരത്തോടു കൂടി നാമജപം നടത്തി അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. പിന്നെ ജാതകമൊക്കെ നോക്കിയിട്ട് ജാതകത്തിലെ അനുകൂലമായ ദേവത ഏതാണെന്ന് നോക്കിയിട്ട് ഈ കാലഘട്ടത്തിൽ, ഓരോ കാലഘട്ടത്തിലും ദശാപകാരങ്ങൾ അനുസരിച്ച് ഭജിക്കേണ്ട ദേവതകളെ മാറും. സ്ഥിരമായി ഭജിക്കേണ്ട ദേവതകളും ഉണ്ടാവും. അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ചിലരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥിരമായി ഭജിക്കുന്ന ദേവതയെ മാത്രം ഭജിച്ചാൽ മതിയാവും, അപ്പോൾ അതേ പറയുള്ളൂ. ചിലരെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം വേറെ ചില ദേവതയോട് ഭജിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളത് ജാതകം നോക്കിയാലേ പറയാൻ പറ്റൂ. സാധാരണ ഇഷ്ടദേവതയെ ജപിക്കുക, തൊട്ടടുത്തുള്ള ദേശദേവതയുടെ നാമം ജപിക്കുക, ധർമ്മദേവാദികളുടെ നാമം ജപിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിന് ജാതകം നോക്കേണ്ടതില്ല. ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ദേവി.